നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂരിൽ LDFനെ സംബന്ധിച്ച് വലിയ അപ്രമാദിത്വമുണ്ട്. 2016-ലും 2021-ലും നോക്കിയാൽ ഒരു സീറ്റ് മാത്രമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് LDFന് നഷ്ടമായിരുന്നത്. ബാക്കി 13 സീറ്റുകളും സ്വന്തമാക്കാൻ കഴിഞ്ഞതിന്റെ വലിയ ആത്മവിശ്വാസം LDFനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ ഉണ്ട്. പക്ഷേ ആശങ്കയുണർത്തുന്ന ഫാക്ടർ എന്ന് പറയുന്നത് BJP അവിടെ പിടിക്കുന്ന വോട്ടുകളാണ്. BJPക്ക് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ BJPക്ക് സ്വാധീനമുള്ള നിരവധി മണ്ഡലങ്ങൾ ഉള്ള ജില്ല എന്ന നിലയിലാണ് തൃശ്ശൂരിനെ നമ്മൾ കാണുന്നത്. ഡാനി പോൾ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, തൃശ്ശൂരിലെ ഫലം എന്ത് എന്നത് സംസ്ഥാനം ഉൾപ്പെടെ ഉറ്റുനോക്കും. കാരണം BJP പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ പ്രതിഫലിക്കുന്നു അത് എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. സുരേഷ് ഗോപി അവിടെ ക്യാമ്പ് ചെയ്ത പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ടെമ്പോ നിലനിർത്താൻ BJPയെ സംബന്ധിച്ചാകുന്നുണ്ടോ? അതേസമയം തന്നെ LDFന് ഉറച്ച പിന്തുണ എല്ലാ കാലത്തും നൽകിയിരിക്കുന്ന ജില്ല കൂടിയാണ്. BJP വോട്ട് കൂടുതൽ പിടിച്ചാൽ പോലും LDFന് അനുകൂലമായ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. 13-1 നിലനിർത്തുമോ അതോ LDFന് വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കുമോ? NDA അവിടെ മാജിക് കാട്ടുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ? രേണുക, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ടേമുകളായിട്ട് ഇടതുമുന്നണിക്ക് അവർക്ക് കണ്ണും പൂട്ടി പറയാവുന്ന ഒരു ജില്ല എന്ന രീതിയിലേക്ക് മാറുന്നു. കാരണം അത്ര കണ്ട ഒരു അപ്രമാദിത്വം അവർക്ക് അവിടെയുണ്ട്. ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ 2 ടേമുകൾ അവർക്ക് നഷ്ടമായിട്ടുള്ളത് എന്നതാണ്. അത് തുടരുക എന്ന് ആ ഒരു തുടർച്ചയിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടത് സർക്കാർ തുടരണമെങ്കിൽ അതേ വിജയം തന്നെ ഇതുപോലുള്ള തൃശ്ശൂർ പോലുള്ള ഭൂമികയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിജയം നേടിയെടുക്കാനായിട്ട് LDFന് കഴിയുകയും വേണം. ഏതായാലും നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് അത്ര കണ്ട് എളുപ്പം എന്ന രീതിയിലേക്ക് ഇത്തവണ പറയാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോകുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ ഇടത് നേതാക്കൾക്കും കഴിയില്ല. അതിന് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ NDAയുടെ ഒരു കടന്നുവരവാണ്. NDAയ്ക്ക് അവിടെ സുരേഷ് ഗോപിയിലൂടെ വിജയം ഉണ്ടാക്കാനായിട്ട് തൃശ്ശൂരിൽ ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞുവെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇനി അതിൽ കൂടുതലായിട്ട് ഇപ്പോഴുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ കഴിയുക എന്നുകൂടി മാറ്റുരച്ച് നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വരികയാണ്. തൃശ്ശൂർ മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ NDA പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമായിട്ട് പറയുന്നത്. പത്മജ വേണുഗോപാലാണ്. കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. ഇതിന് മുൻപ് പത്മജയ്ക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ അവിടെ നിന്ന് മത്സരിച്ച് പത്മജ വേണുഗോപാൽ തോറ്റിട്ടുണ്ട്. ഇക്കുറി അവർ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കണക്കുകളാണ് NDA ക്യാമ്പിൽ അവിടെ ഒരു ആത്മവിശ്വാസം പകരുന്നത്. ഏതാണ്ട് 14,000-ൽ പരം വോട്ടുകൾക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ അവർക്ക് ലീഡ് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല 6 ഇടങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും ഇതുപോലെ ഒരു ലീഡ് നില അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അന്ന് സാധിച്ചിരുന്നു. ആ കണക്കുകൾ തന്നെയാണ് NDA ഇക്കുറിയും വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഒരു വോട്ടിംഗ് പാറ്റേൺ എല്ലാം തന്നെ കേരളത്തിൽ പലപ്പോഴും വ്യത്യസ്തമാകാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം. പക്ഷേ തൃശ്ശൂരിൽ കണക്കുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് NDA മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഒരുപക്ഷെ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് നാട്ടികയിലേക്ക് വരുമ്പോൾ നാട്ടികയിലെ CC മുകുന്ദൻ സിറ്റിംഗ് MLA എന്ന് പറയാവുന്ന CPIയിലെ CC മുകുന്ദൻ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 28,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഇക്കുറി പാളയം മാറിക്കൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയാവുന്നത്. ഈ 2 സീറ്റിൽ വലിയ ആത്മവിശ്വാസം NDA വെച്ച് പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റിടങ്ങളിലും എല്ലാം തന്നെ വരുമ്പോഴേക്കും മണലൂരിൽ മത്സരിക്കുന്നത് അനീഷ് കുമാറാണ്. ജില്ലാ പ്രസിഡന്റ് എല്ലാമായിരുന്ന അനീഷ് കുമാറാണ് BJPയുടെ. ഇവിടങ്ങളിലെല്ലാം തന്നെ തങ്ങൾക്ക് വോട്ട് ഷെയർ വലിയ രീതിയിലുണ്ട്. അതെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. അത് തങ്ങൾക്ക് വിജയകരമാകുമെന്ന രീതിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ വിജയിച്ചില്ല എങ്കിൽ കൂടിയും അവർ പിടിക്കുന്ന വോട്ടുകൾ മറ്റ് ആളുകളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കും. അത് LDFനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകം തന്നെയാകും. ഈ മണ്ഡലങ്ങളിൽ NDAയുടെ ആരുടെ വോട്ടുകൾ പിടിക്കുന്നു എന്നതെല്ലാം തന്നെ വളരെ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ്
UDF കോൺഗ്രസ് വെച്ച് പുലർത്തുന്ന ഒരു ആത്മവിശ്വാസം ഇക്കുറി പഴയ പോലെ ആവില്ല കാര്യങ്ങൾ എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ ചാലക്കുടി സീറ്റ് മാത്രമായിരുന്നു അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇക്കുറി അതിനും മുകളിലായിട്ടൊരു വിജയം നേടാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഇടങ്ങളായി അടയാളപ്പെടുത്തുന്നത് ഒന്ന് മണലൂരിൽ മത്സരിക്കുന്ന TN പ്രതാപനെയാണ്. TN പ്രതാപനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസം അവർക്കുണ്ട്. അതോടൊപ്പം ഈ NDA പറയുന്നത് പോലെ തൃശ്ശൂരിൽ രാജൻ ബല്ലനിലൂടെ വിജയം നേടാൻ കഴിയുമെന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 4ഓളം മണ്ഡലങ്ങളിലുള്ള ആത്മവിശ്വാസം UDF നേതൃത്വത്തിനുണ്ട്. വിട്ടുകൊടുക്കാതിരിക്കാൻ പരമാവധി വിജയം നേടാൻ തന്നെയാണ് LDF ശ്രമിക്കുന്നത്. ഏതായാലും പൂരത്തിൻ്റെ നാട്ടിൽ നിന്ന് നേടുന്ന സീറ്റുകൾ തന്നെയായിരിക്കും ഇടതുമുന്നണിക്ക് അത് അവർക്ക് ഒരു തുടർച്ചയിലേക്ക് പോകുന്നെങ്കിൽ അവർക്ക് ഒരാക്കം കൂട്ടുക എന്നത്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമം LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഡാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ തുടർ ഭരണം ആണ് എങ്കിൽ അവിടെ അതിന്റെ ഒരു ഇമ്പാക്ട് LDFനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ തുടരാൻ കഴിയും എന്നതാണ്. അതേസമയം മറിച്ചാണ് ട്രെൻഡ് എങ്കിൽ ആ മാറ്റവും തൃശ്ശൂരിൽ ആദ്യം പ്രതിഫലിക്കും എന്നതിന്റെ സൂചനകളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ആ രീതിയിൽ ശക്തമായ മത്സരം പലയിടങ്ങളിലും നടക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.